ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കുക്ക് ആൻഡ് ക്രിയേറ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ടീ ടൈം കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ചോക്ലേറ്റ് ബനാന കേക്ക് കൊച്ചു കുട്ടികൾക്ക് വരെ വളരെ ഈസിയായി ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു കേക്കാണിത്. അപ്പോൾ നമുക്ക് ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായി ഞാനിവിടെ 2 മീഡിയം സൈസ് പഴം എടുത്തിട്ടുണ്ട്. ഏത്തപ്പഴം വെച്ചും നമുക്ക് ഈ കേക്ക് ഉണ്ടാക്കി നോക്കാവുന്നതാണ്. പഴം ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലിട്ട് നന്നായി ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിന് ഷുഗർ ചേർത്ത് കൊടുത്ത് ഒന്നും കൂടി നമുക്കിത് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇതിലേക്ക് റൂം ടെമ്പറേച്ചറുള്ള 2 മുട്ട ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ വിനിഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരം ബാലൻസ് ചെയ്യാനായിട്ട് നമുക്ക് 1 പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് മൈദ, കൊക്കോ പൗഡർ 1/2 കപ്പ്, ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ, ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂൺ. ഇതെല്ലാം ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് അരിച്ചെടുക്കുക. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ഹാൻഡ് ബീറ്റർ വെച്ചോ വിസ്ക് വെച്ചോ നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇലക്ട്രിക് ബീറ്ററാണ് യൂസ് ചെയ്യണമെങ്കിൽ കേക്ക് നല്ല സോഫ്റ്റായി നമുക്ക് കിട്ടും. ഒരു കേക്ക് മോൾഡ് എടുത്ത് അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഗ്രീസ് ചെയ്ത് കൊടുക്കാം. കേക്കിൻ്റെ മോൾഡ് ഇല്ലെങ്കിൽ നിങ്ങൾ ഇതുപോലത്തെ പാത്രം യൂസ് ചെയ്താലും മതിയാകും. ഇനി നമുക്ക് ഇതിലേക്ക് ബേക്കിംഗ് പേപ്പർ വെച്ച് കൊടുക്കാം. രണ്ട് മോൾഡിലേക്കും കേക്ക് ബാറ്റർ ഒഴിച്ച ശേഷം ഒന്ന് ടാപ്പ് ചെയ്തെടുക്കുക. എയർ ബബിൾസ് ഉണ്ടെങ്കിൽ അതെല്ലാം പോകാനായിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് കുറച്ച് ചോക്ലേറ്റ് ചിപ്സ് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ കേക്കിന് കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും. ടെമ്പറേച്ചർ 180 ഡിഗ്രി സെൽഷ്യസ് സെറ്റ് ചെയ്ത ശേഷം ഇത് നമുക്ക് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് വെച്ച് ഒരു 35-40 മിനിറ്റ് വെച്ചിട്ട് ഇത് ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്.
നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കേക്ക് റെസിപ്പി ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങളിത് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഒരു നല്ല റെസിപ്പിയുമായി വീണ്ടും നമുക്ക് കാണാം. താങ്ക് യു.